പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും പുറപ്പാടിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചാണ്. ശിഷ്യത്വം, യേശുവിൻ്റെ ശിഷ്യത്വം. നമ്മൾ അതിനായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ നമുക്കൊന്ന് വായിക്കാം. ആദ്യ ശിഷ്യന്മാർ. അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോട് കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്ന് കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂർ ആയിരുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് ആഗ്രഹിക്കാം ദൈവത്തിൻ്റെ വചനം എന്നിലും നിങ്ങളിലും മാംസം ധരിക്കാൻ. ദൈവവചനത്തെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ദൈവമാതാവിനോട് ചേർന്ന് നമുക്ക് ആയിരിക്കാം. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ഡിസൈപ്പിൾഷിപ്പ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുകയാണ് യോഹന്നാൻ്റെ 2 ശിഷ്യന്മാർ അവിടേക്ക് യേശു കടന്നു വരികയാണ്. അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇത് കേട്ടപ്പോൾ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുകയാണ്. ഒരാളുടെ പേര് വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നു, അന്ത്രയോസ് എന്ന്. തീർച്ചയായിട്ടും മറ്റേ ആൾ യോഹന്നാൻ തന്നെ ആകാനാണ് സാധ്യത. ഇവർ 2 പേരും കുറച്ചു ദൂരം യേശുവിനെ അനുഗമിക്കുന്നു. അത് കണ്ടിട്ട് യേശു അവരോടൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യം യേശു ചോദിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കാര്യം നമ്മോട് പറയുന്നുണ്ട്. ശരിക്കും നിങ്ങൾ എന്താണ് തേടുന്നത്? യഥാർത്ഥത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എൻ്റെ പിന്നാലെ വരുന്നത്? ഇന്ന് നമുക്കറിയാം, പലരും യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നത് അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ നിവർത്തിച്ച് കിട്ടുവാനാണ്. ചിലർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾ, ചിലപ്പോൾ അത് ജോലിയാകാം, ചിലപ്പോൾ അതൊരു ബിസിനസ്സിൻ്റെ ഒരു തടസ്സമാകാം, മറ്റു ചിലപ്പോൾ പ്രിയപ്പെട്ടവരുടെ അസുഖങ്ങളാകാം, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാകാം. യേശുവിനെ തേടിപ്പോകുന്നത് പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ എന്ന് എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാം. പക്ഷേ യേശുവിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ യേശുവിനെ കാണുന്നത്? ഒരു അത്ഭുത പ്രവർത്തകനായിട്ടാണോ? ഒരു രോഗശാന്തി ശുശ്രൂഷകൻ, അല്ലെങ്കിൽ ഒരു രോഗശാന്തി നൽകുന്നൊരു ദൈവം, അല്ലെങ്കിൽ ഒരു മജിഷ്യൻ, അങ്ങനെയുള്ള രീതിയിലാണോ പലപ്പോഴും നമ്മൾ സമീപിക്കുന്നത്? എൻ്റെ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ യേശുവിനെ ഫോളോ ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ യേശുവിനെ അന്വേഷിക്കുന്നത് എന്തിനാണെന്ന് അറിയാൻ ആഗ്രഹമുള്ള ഒരു ദൈവം. ഇന്ന് പലരും ലോകത്തിലെ കാര്യങ്ങൾക്ക് പിന്നാലെയാണ് അന്വേഷണങ്ങൾ നടത്തുന്നത്. ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് സമയമില്ല. ലോകത്തിൻ്റെ പല കാര്യങ്ങളിലും വ്യാപൃതരാണ് ഓരോ വ്യക്തികളും. ചിലർ ജോലിയിൽ വേണ്ടി ഓടി നടക്കുന്നു, ബിസിനസ്സിന് വേണ്ടി ഓടി നടക്കുന്നു. ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ലോകത്തിൻ്റെ സകല കാര്യങ്ങളും അറിയാൻ കഴിയുന്ന നിങ്ങൾ ഇതിൻ്റെ എല്ലാം ഉടയവനായ ദൈവത്തെ അറിയാൻ വൈകുന്നത് എന്തുകൊണ്ട്? അങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ശിഷ്യത്വത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ഒരു ശിഷ്യത്വത്തിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഒന്ന്, നിങ്ങളുടെ അന്വേഷണം യഥാർത്ഥമായിട്ട്
ആയിരിക്കണം. നമ്മൾ അതിനൊരു വില കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. ലൂക്കായുടെ സുവിശേഷം 14:28 പറയുകയാണ്, ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിൻ്റെ ചിലവ് ആദ്യമേ തന്നെ കണക്ക് കൂട്ടി നോക്കാത്തവൻ ആരുണ്ട്? പ്രിയപ്പെട്ടവരെ, ഒരു ശിഷ്യൻ ദൈവത്തെ യഥാർത്ഥത്തിൽ അറിയണം, അന്വേഷിക്കണം. അതുകൊണ്ടാണ് ഈശോ പലരോടും, താൻ കണ്ടുമുട്ടിയ പലരോടും ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? കുരുടനോട് യേശു ചോദിക്കുന്നുണ്ട്. തൻ്റെ പക്കൽ ആവശ്യങ്ങളുമായിട്ട് കടന്നു വരുന്ന ഓരോ വ്യക്തിയോടും ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, എൻ്റെ അന്വേഷണം ഈ ദൈവത്തെ ശരിയായി അറിയുന്നുള്ളൊരു അന്വേഷണം ഒരു ശിഷ്യൻ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതാണ്. രണ്ടാമത്തെ തലം ഇവിടെ നമുക്ക് കാണാം. ഈശോയോട് ഈ ശിഷ്യന്മാർ പറയുകയാണ്, യോഹന്നാനും അതുപോലെ അന്ത്രയോസും പറയുകയാണ്, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? ഈശോ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ഇവർ പറയുകയാണ്, ഇവർ മറ്റു കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. വലിയ കാര്യങ്ങളോ ദൈവിക കാര്യങ്ങളോ സ്പിരിച്വൽ ആയിട്ടുള്ള മറ്റ് വിഷയങ്ങളോ ഒന്നും പറയാതെ അവർ ചോദിക്കുകയാണ്, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? ഫൈൻഡ്, ദൈവം വസിക്കുന്ന ഇടങ്ങളെ കണ്ടെത്തുക. അതാണ് രണ്ടാമത്തെ, ഒരു ശിഷ്യത്വത്തിലേക്ക് പോകുന്നതിൻ്റെ രണ്ടാമത്തെ തലം, കണ്ടെത്തുക, ഫൈൻഡ്. ആദ്യത്തെ തലം സീക്ക്, അന്വേഷിക്കുക. രണ്ടാമത്തെ തലം കണ്ടെത്തുക. ഈശോ വസിക്കുന്ന ഇടം അല്ലെങ്കിൽ ദൈവ അനുഭവം കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ ആയിരിക്കണം, അതിനോട് ചേർന്ന് നിൽക്കണം. ഒരു ശിഷ്യൻ ദൈവാനുഭവം കിട്ടുന്ന സ്ഥലത്തോട് ചേർന്ന് നിൽക്കണം. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് ഇത് എനിക്ക് കണ്ടെത്താൻ സാധിക്കുക? ഈ സമാധാനവും സന്തോഷവും ഇന്ന് ലോകത്തിലെ പലരും സമാധാനവും സന്തോഷവും കണ്ടെത്താനായിട്ട് ദൈവമില്ലാത്ത ഇടങ്ങളിലേക്ക്, ക്രിസ്തുവില്ലാത്ത ഇടങ്ങളിലേക്ക്, ക്രിസ്തു വസിക്കാത്ത ഇടങ്ങളിലേക്ക് പോകുന്ന കാഴ്ചയാണ് കൂടുതലും നമ്മൾ കാണുന്നത്. എന്നാൽ യഥാർത്ഥ സന്തോഷം, യഥാർത്ഥ സത്യം, യഥാർത്ഥ അനുഭവം, ദൈവാനുഭവം കിട്ടുന്ന ഇടങ്ങൾ നമ്മൾ കണ്ടെത്തണം. യേശുവിനെ കണ്ടുമുട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഇടങ്ങളെക്കുറിച്ച് ഒരു ഡിസൈപ്പിളിന്, ഒരു ശിഷ്യന് അറിവ് ഉണ്ടാകണം. നമുക്കറിയാം, ദൈവത്തെ കണ്ടുമുട്ടാൻ, അനുഭവിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അവിടുത്തെ വചനത്തിൽ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കും. അവിടുന്ന് സ്ഥാപിച്ച കുദാശകളിൽ നമുക്ക് ദൈവത്തെ കണ്ടെത്താനായിട്ട് സാധിക്കും. കൂട്ടായ്മകളിൽ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കും. ദേവാലയത്തിൽ കണ്ടെത്താൻ സാധിക്കും. ഓരോ പ്രാർത്ഥനകളിലും ദൈവത്തെ കണ്ടെത്താൻ സാധിക്കും. സഭയുടെ പ്രബോധനങ്ങളിൽ ദൈവത്തെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം വസിക്കുന്ന സ്ഥലം, ദൈവം വസിക്കുന്ന ഇടങ്ങൾ ഒരു ശിഷ്യൻ കണ്ടെത്തണം. അത് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഒരു ശിഷ്യൻ ചെന്നെത്താൻ പാടില്ല. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15:5 ഇപ്രകാരം പറയുകയാണ്, ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം വസിക്കുന്ന ഇടത്ത് ആയിരിക്കുമ്പോൾ ആണ് നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുമ്പോഴാണ് ഞാൻ ഫലം പുറപ്പെടുവിക്കുന്നത്. ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് യേശയ്യയുടെ പുസ്തകം 55:6 ഇപ്രകാരം ദൈവവചനം ഉദ്ബോധിപ്പിക്കുന്നു, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ഒരിക്കലും മാറ്റിവെക്കാനായിട്ട് പാടില്ല. ഈ 2 ശിഷ്യന്മാർ യേശുവിൻ്റെ പിന്നാലെ പോയിട്ട് യേശു ചോദിച്ചപ്പോൾ, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? ആ വസിക്കുന്ന സ്ഥലം കണ്ടെത്താനുള്ള വലിയ തീഷ്ണതയിലാണ് ഈ 2 പേരും. എന്നതുപോലെ കർത്താവിനെ കണ്ടെത്താനായിട്ട് ഓരോ ശിഷ്യനും ശ്രമിക്കണം.
അപ്പോൾ ഈശോ, മൂന്നാമത്തെ തലം, ഈശോ പറയുന്നുണ്ട് ഇവരോട്, വന്ന് കാണുക, വന്ന് കാണുക, കം ആൻഡ് സീ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഈശോ, എക്സ്പ്ലോർ ചെയ്യാൻ നിനക്കെൻ്റെ അനുഭവം വേണോ? യു ട്രൈ. നീ അനുഭവം വേണമെങ്കിൽ നീ അതിനെ എക്സ്പ്ലോർ ചെയ്യുക, അതിലേക്ക് കടന്നു വരിക. 2 ആക്ഷൻ ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ മറുപടിയിലൂടെ അത് വ്യക്തമാണ്. വന്ന് കാണുക, വരിക, കാണുക. നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഈ ആക്ഷൻ, പ്രിയപ്പെട്ടവരെ, നമുക്ക് അറിയാനായിട്ട് സാധിക്കും. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2:6, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് തോമസ് ലീഹ ഇപ്രകാരം പറയുന്നത്. യോഹന്നാൻ 11:16 പറയുന്നത്, തോമസ് മറ്റു ശിഷ്യന്മാരോടൊപ്പം പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. അപ്പോൾ യേശുവിൻ്റെ പറയുന്ന കാര്യങ്ങളിലേക്ക് പോകണം, യേശു പറയുന്ന കാര്യങ്ങളിലേക്ക് പോകണം, അവൻ പോകുന്ന വഴികളിലേക്ക് പോകണം, അവൻ കാണിച്ചു തരുന്ന ഇടങ്ങളിലേക്ക് പോകണം, അവൻ പറയുന്നത് പോലെ ചെയ്യണം. അതാണ് ആദ്യത്തെ തലം. നമുക്കറിയാം, ഇവിടെ ഒരു എക്സാമ്പിൾ പലരും പറയുന്നത് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു മഞ്ഞുമല കയറ്റമാണ്, ഒരു മഞ്ഞുമല കയറ്റമാണ്. നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ അതിൽ വളർച്ചയുണ്ടാകുകയുള്ളൂ. എല്ലാ ഉപകരണങ്ങളുമായിട്ട് ഒരു വ്യക്തി മഞ്ഞുമല കയറുമ്പോൾ അവൻ ആ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കി അതിൽ നിൽക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ, അവൻ തനിക്കുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് അടുത്ത സ്റ്റെപ്പ് വെട്ടി ഉണ്ടാക്കിയില്ലെങ്കിൽ, അവൻ നിൽക്കുന്ന സ്റ്റെപ്പിൽ നിന്ന് ആ മഞ്ഞ് അലിഞ്ഞ് അവൻ തെന്നി താഴെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു മഞ്ഞുമല കയറ്റം പോലെയാണ്. ഈശോ പറയുകയാണ്, വന്ന് കാണുക. നമ്മുടെ ഇടയിൽ നിന്ന്, നമ്മളിൽ നിന്നൊരു ആക്ഷൻ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ പറയുന്ന 2-ാമത്തെ കാര്യം കാണുക. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ കാണുക എന്ന് പറയുമ്പോൾ? നമ്മുടെ വിശ്വാസത്തിൻ്റെ തലമാണത്. വിശ്വാസത്തെ ഞാൻ മുറുകെ പിടിക്കണം, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണണം. ഈശോ നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്ന ഒരു വലിയ ഒരു ഉദാഹരണമാണ് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്ന നത്തായേലിനെ യേശു കണ്ട കാര്യം. ആ കാര്യം നത്താനിയേലിനോട് പറയുമ്പോൾ നത്താനിയേൽ പൂർണ്ണമായിട്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് യേശുവിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്, റബ്ബായ്, അങ്ങ് ദൈവപുത്രനാണ്, അങ്ങ് മിശിഹായാണെന്ന് നത്താനിയേൽ ഈ ഒരു കാര്യം പറയുമ്പോൾ വിശ്വാസത്തിൽ ഏറ്റുപറയുകയാണ്. അപ്പോൾ യേശു അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്നു ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നുവല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. യോഹന്നാൻ 2:51, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവത്തിൻ്റെ ദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. പ്രിയപ്പെട്ടവരെ, ദൈവമഹത്വത്തെ കാണുവാൻ എൻ്റെ കാഴ്ച വർദ്ധിപ്പിക്കണം. ഒരു ശിഷ്യൻ ദൈവമഹത്വത്തെ കാണുവാൻ തക്ക വിധത്തിൽ തൻ്റെ വിശ്വാസത്തിൻ്റെ കാഴ്ചയെ ഉയർത്തണമെന്നാണ് ഈശോ പറയുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 11:40 പറയുന്നത്, വിശ്വസിച്ചാൽ, മർത്തയോട് പറയാണ്, വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കും. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു മഹത്വം കാണുന്ന തക്ക വിധത്തിൽ എൻ്റെ വിശ്വാസത്തെ ഞാൻ വളർത്തണം. ഒരു വിശ്വാസി ദൈവമഹത്വത്തെ എന്നും കാണണം എന്ന് ഞാനും നിങ്ങളും ഓരോ ഡിസൈപ്പിളും ആഗ്രഹിക്കണം. ലൂക്ക 1:37 നമ്മൾക്ക് അറിയാവുന്നത് പോലെ ദൈവവചനം ഉദ്ബോധിപ്പിക്കുകയാണ്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഏറ്റെടുക്കണം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മനുഷ്യൻ കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത്. മനുഷ്യൻ്റെ പ്രവൃത്തി പോലെയല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി. മനുഷ്യൻ്റെ മുമ്പിൽ അസാധ്യതകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിലെല്ലാം സാധ്യതകളാണ്. മനുഷ്യൻ്റെ മുമ്പിൽ നോ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാം യെസ് ആണ്. മനുഷ്യൻ്റെ മുമ്പിൽ വാതിലുകൾ അടയുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ വാതിലുകൾ തുറക്കും. അതുകൊണ്ട് ഞാനും നിങ്ങളും വിശ്വസിക്കണം. നമ്മൾ സുവിശേഷത്തിൽ കേൾക്കുന്നത് പോലെ പാറയിൽ നിന്ന് ജലം വരുത്തുവാനും തങ്ങളുടെ മുമ്പിൽ കാണുന്ന ചെങ്കടൽ രണ്ടാക്കുവാനും
വന്ധ്യമായ ഉദരം ദൈവശക്തിയാൽ ഫലം പുറപ്പെടുവിക്കുവാനും കഴിയുമെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കണം. ഓരോ ഡിസൈപ്പിളും ഈ ഒരു വിശ്വാസത്തിൻ്റെ തലം ഉയർത്തണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വാസത്താൽ കാണാൻ ഞാൻ പഠിക്കണം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ വന്ന് കാണുവിൻ, വന്ന് കാണുവിൻ, എൻ്റെ പ്രവൃത്തികൾ കാണുവിൻ. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം കാണുവാൻ യോഹന്നാൻ്റെ ശിഷ്യന്മാരെ വിട്ട് നീ തന്നെയാണോ യഥാർത്ഥത്തിൽ മിശിഹ എന്ന് ചോദിക്കാനായിട്ട് വിട്ടപ്പോൾ യേശു പറയുന്ന കാര്യമാണ് അവിടെ നമ്മൾ കാണുന്നത്. ലൂക്ക 7:22, നിങ്ങൾ കാണുന്നത് അവനോട് ചെന്ന് പറയുവിൻ. കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, എന്നിൽ ഇടർച്ചയില്ലാത്തവൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് നമ്മുടെ കർത്താവിനെല്ലാം ചെയ്യാൻ സാധിക്കും, നമ്മുടെ കർത്താവിനെല്ലാം സാധ്യമാണെന്നുള്ള വിശ്വാസത്തിലേക്ക് ഓരോ ശിഷ്യനും ഉയരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. 4-മത് നമ്മൾ കാണുന്നത്, ഈശോ പറയുകയാണ്, വന്ന് കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. അനുഭവത്തിൻ്റെ ഒരു തലം, എക്സ്പീരിയൻസ്, അനുഭവത്തിൻ്റെ ഒരു ഡിസൈപ്പിളിന് എന്നും അനുഭവം ആവശ്യമാണ്. തൻ്റെ ജീവിതത്തിൽ എന്നും അനുഭവം ആവശ്യമാണ്. നോക്കുക, ഈ 2 ശിഷ്യന്മാരുടെ അനുഭവത്തിൻ്റെ സമയം പോലും മറന്നിട്ടില്ല. യോഹന്നാൻ ശ്ലീഹ ഇവിടെ എഴുതി വയ്ക്കുന്നത് 10-ാം മണിക്കൂറായിരുന്നു. 4 മണി സമയത്താണ് ഞങ്ങൾ ഈ ദൈവത്തെ കണ്ടുമുട്ടിയതെന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ എന്നിലും നിങ്ങളിലും ഈ ഒരു അനുഭവം ഉണ്ടാകണം. ഈ അനുഭവമാണ് എന്നെ എപ്പോഴും തള്ളേണ്ടത്, മുന്നിലേക്ക് തള്ളേണ്ടത്, അല്ലെങ്കിൽ നയിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും വരണം. സ്റ്റേ വിത്ത് ഹിം, നാഥ നിന്നെ അനുഭവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ, കൂടെ വസിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. അത് ഒരു ശിഷ്യന് വേണ്ട കാര്യമാണെന്ന് കർത്താവ് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 14:26-27 പറയുന്നു, നമ്മൾ കൊടുക്കേണ്ട ഒരു വിലയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഈ അനുഭവം കിട്ടാനായിട്ട് സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്നവന് ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഒരു ശിഷ്യനായിരിക്കുവാൻ എനിക്ക് അനുഭവം വേണം. ആ അനുഭവത്തിന് ഞാനൊരു വില കൊടുക്കണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും അതുതന്നെ നമ്മളോട് വചനത്തിലൂടെ പറയുന്നുണ്ട്. ലൂക്ക 14:27, സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും കേട്ടിരിക്കുന്ന ഒരു കഥയാണ്. ഒരു മുയലിനെ ആക്രമിക്കാനായിട്ട് ഓടിച്ചിടുന്ന ഒരു പട്ടിയെക്കുറിച്ചുള്ളൊരു കഥ. ഈ പട്ടി മുയലിനെ ഓടിച്ചിടുമ്പോൾ മറ്റ് പട്ടികൾ ഇത് ഈ എന്താണ് നടക്കുന്നത് അറിഞ്ഞ് ഈ പിന്നാലെ ഈ പട്ടിയുടെ പോകുന്നുണ്ട്. എന്നാൽ മുയലിനെ കണ്ട പട്ടി ഈ ആദ്യം ഓടിക്കുന്ന പട്ടി മാത്രമാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ മുയൽ ഒരു മാളത്തിലേക്ക് കയറുകയും ഈ പട്ടി അവിടെ വന്ന് അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. പിന്നാലെ അനവധി പട്ടികൾ വന്നു. കുറേ നേരം അവർ കുരച്ചു. അത് കഴിഞ്ഞിട്ട് ഓരോ പട്ടികളും അവിടെ നിന്ന് കൊഴിഞ്ഞു പോയി. എന്നാൽ മുയലിനെ കണ്ട പട്ടി ആ മാളത്തിൻ്റെ അരികെ തന്നെ ഇരുന്നു. കാരണം മുയൽ അതിനകത്ത് ഇരിക്കുന്നു എന്ന് ആ പട്ടിക്ക് വ്യക്തതയുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരു അനുഭവം ഉണ്ടായാലേ നമ്മൾക്ക് ഈ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാനായിട്ട്, നിരന്തരം അവൻ്റെ കൂടെ നടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിടാതെ നിൽക്കണമെങ്കിൽ അനുഭവം വേണം. അതുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ പറയുന്നത്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ട്. എല്ലാറ്റിനും മതിയായവനും എല്ലാം നൽകുന്നവനും എല്ലാം ഉള്ളവനുമാണെന്നുള്ള ദൈവമാണെന്നുള്ള വ്യക്തതയുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ശിഷ്യൻ അവൻ്റെ കൂടെ എന്നും നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം കഠിനമായ പല വചനങ്ങൾ പറഞ്ഞപ്പോൾ ഒത്തിരി ശിഷ്യന്മാർ യേശുവിൽ നിന്ന് വേർപെട്ടു പോയത് തിരുവചനത്തിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അനുഭവവും വിശ്വാസവും കൂടെ നിന്നാൽ മാത്രമാണ് ഈ കർത്താവിൻ്റെ കൂടെ നമുക്ക് എപ്പോഴും നിൽക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ഒരു ശിഷ്യന് വേണ്ട ഒരു ഗുണത്തെക്കുറിച്ച്
ലൂക്കായുടെ സുവിശേഷം 6:47-48 പറയുന്നു, എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശ്യനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശ്യനാണ് അവൻ. വെള്ളപ്പൊക്കമുണ്ടാകുകയും ഒഴുക്കതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു, എന്നാൽ ആ വീടിനെ ഇളക്കാൻ കഴിഞ്ഞില്ല, എന്തെന്നാൽ അത് ബലിഷ്ഠമായി പണിയപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഒരു ശിഷ്യന് അനുഭവം ഉണ്ടാകണമെങ്കിൽ അവൻ വചനത്തിൽ തൻ്റെ അടിത്തറ പണിയണം. കാരണം കാറ്റും കോളും എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വരും, ശിഷ്യന്റെ ജീവിതത്തിലും കടന്നു വരും. ആ കാറ്റിലും കോളിലും പതറാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ വചനമാകുന്ന അടിത്തറമേൽ, യേശുവാകുന്ന അടിത്തറമേൽ അവൻ്റെ ഭവനം പണിതിരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു ശിഷ്യനാവുമ്പോൾ എനിക്ക് അനുഭവം വേണം. 5-ാമത്തെ തലമാണ് ഈ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുന്നത് കാണാം. മറ്റുള്ളവരെയും യേശുവിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. അനുഗമിക്കുക, ഫോളോ, ഈ ദൈവത്തെ അനുഗമിക്കുക. നമ്മൾ നേരത്തെ കേട്ടതുപോലെ അനുഗമിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല, അതിന് വില കൊടുത്തേ മതിയാകൂ. ലൂക്കായുടെ സുവിശേഷം 9:23 പറയുകയാണ്, അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അതുകൊണ്ട് ഇതൊരു വില കൊടുക്കുന്ന ഒരു സംഭവമാണ്. തന്നെ ഡിനൈ അവർ സെൽഫ്. എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ പദ്ധതികൾ എല്ലാം ഡിനൈ ചെയ്യുമ്പോഴാണ് എനിക്ക് എൻ്റെ കർത്താവിനെ അനുഗമിക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് ശിഷ്യരിൽ ഒരുവൻ അവനോട് പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 59-60 നമുക്ക് കാണാം. അവൻ പറയുകയാണ്, കർത്താവേ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാനായിട്ട് നീ എന്നെ അനുവദിക്കണം. അപ്പോൾ യേശു പറയുകയാണ്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം ആവശ്യപ്പെടുന്ന ഒരു വിലയാണ് നമ്മളിവിടെ കാണുന്നത്. മറ്റ് കാര്യങ്ങളിലേക്ക് നിന്റെ ശ്രദ്ധ പതിപ്പിക്കാതെ ദൈവം പറയുന്ന കാര്യങ്ങളിലേക്ക് നിന്റെ ശ്രദ്ധ ഉയർത്തുക എന്ന് കർത്താവ് ഇവിടെ പഠിപ്പിക്കുകയാണ്. ഞാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങൾ ഓരോ ശിഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് യോഹന്നാൻ 12:26 നമുക്ക് കാണാം, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും എന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ചിന്തിക്കാം. ഈ 5 തലങ്ങളെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ഏറ്റെടുക്കുക. ഒരു ശിഷ്യനായിരിക്കുവാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? അവിടുത്തെ അന്വേഷിക്കണം. യേശുവിനെ ഞാൻ കണ്ടെത്തണം. അവൻ വസിക്കുന്ന ഇടങ്ങൾ ഞാൻ കണ്ടെത്തണം. യേശു തന്നെ പറഞ്ഞു, വന്ന് കാണുക. അവനെ കണ്ടെത്തി, അവൻ വസിക്കുന്ന ഇടം കണ്ടെത്തി ആ അനുഭവത്തിലേക്ക് ഞാൻ വളരണം. എക്സ്പ്ലോർ ആൻഡ് എക്സ്പീരിയൻസ്. ദൈവത്തെ അനുഭവിക്കുക, ആ അനുഭവിച്ച ദൈവത്തെ അനുഗമിക്കുക. എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ആ ദൈവത്തെ അനുഗമിക്കുക. അതിന് ഞാൻ അവൻ്റെ വചനത്തിൽ നിലനിൽക്കണം. അവൻ്റെ വചനത്തിൽ നിലനിൽക്കെങ്കിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അവൻ്റെ ശിഷ്യനായിരിക്കുക എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 8:31 പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിന്നവളാണ് പരിശുദ്ധ അമ്മ. ഏറ്റവും നല്ല ഡിസൈപ്പിളാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയോടുകൂടി ഈ ഒരു വലിയ സ്നേഹം, ഒരു അനുഭവം, ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കുവാനും അവൻ്റെ ശിഷ്യനുമായിരിക്കാനുള്ള ഒരു അനുഭവം ലഭിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാ